സിനിമ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ്. നമുക്ക് ഒരു റോൾ ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ച് നമ്മളോട് ഡേറ്റ് വരെ പറഞ്ഞിട്ട് മാറിപ്പോയ സിനിമകളുണ്ട്. മാറിപ്പോയ സിനിമകളിൽ നിന്ന് പോയതല്ല, പക്ഷെ പല പല സാഹചര്യങ്ങൾ കൊണ്ട് പ്രൊഡക്ഷൻ സൈഡിൽ നിന്നോ ഡയറക്ഷൻ സൈഡിൽ നിന്നോ അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അപ്പം നമ്മൾ അങ്ങനെ ഏതെങ്കിലും ആഗ്രഹിച്ച് ഈ റോള് ഞാൻ ചെയ്യുമെന്ന് വിചാരിച്ച് നഷ്ടപ്പെട്ട എന്തെങ്കിലും റോൾ ഉണ്ടോ? കുറേ റോൾസ് ഉണ്ട്, പക്ഷെ അതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ വലിയ വിവാദമൊക്കെ ആവും. കുറേ റോൾസ് ഉണ്ട്. നല്ലൊരു സിനിമ എനിക്ക് അങ്ങനെ മിസ്സായിരുന്നു. ഈ സിനിമയുടെ പേര് പറയുന്നില്ല. എന്നോട് പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് എന്നോട് ആദ്യം ഡയറക്ടർ വിളിച്ചു, ഇങ്ങനൊരു സിനിമയുണ്ട്, അതിൽ നായികയുടെ ഒരു അമ്മ ക്യാരക്ടറാണ് നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത്, നമുക്ക് ഇത്ര ദിവസം ഷൂട്ട് ഉണ്ടാവും, ബാക്കിയൊക്കെ പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് വിളിക്കും. സോ ഐ വാസ് വെരി ഹാപ്പി. കാരണം അത്രയും നല്ലൊരു പ്രൊഡക്ഷൻ്റെ സിനിമയാണ്, അത്രയും നല്ലൊരു കഥയാണ്, ബേസിക് ഒരു സ്റ്റോറി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നായകൻ ബേസിൽ ജോസഫിൻ്റെ ഒരു സിനിമയാണ്. അപ്പം സിനിമ ഇറങ്ങിയപ്പോ സിനിമ ഇറങ്ങി സൂപ്പർ ഹിറ്റുമായി. അപ്പൊ അതുകൊണ്ട് അപ്പൊ എനിക്ക് സങ്കടം കൂടുകയും ചെയ്തു. അയ്യോ ഇത് ഞാനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഓരോ ബേസിൽ ജോസഫിന്റെ അമ്മയായിട്ടല്ലോ, അല്ല നായികയുടെ അമ്മയായിട്ട്. എന്നിട്ട് അതാ ഞാൻ പറഞ്ഞ സിനിമയുടെ പേര് ഞാൻ പറയുന്നില്ല, ഞാൻ വേണമെങ്കിൽ ക്ലൂസ് ഇട്ട് തരാം. അപ്പോൾ അതില് നല്ലൊരു ക്യാരക്ടറായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് പ്രൊഡക്ഷൻ കൺട്രോളർ വിളിക്കുന്നു, പേയ്മെന്റ് എങ്ങനെയാണെന്ന് ചോദിക്കുന്നു, പേയ്മെന്റിന്റെ കാര്യങ്ങൾ സംസാരിക്കുന്നു. ഒരു 8 to 11 days ഷൂട്ട് പറയുന്നു. അപ്പം ഞാൻ ഓഫീസിലാണെങ്കിലും എനിക്ക് ഓഫീസിൽ ഭയങ്കര സപ്പോർട്ടുണ്ട്. അപ്പം ഇത്ര ദിവസം ഞാൻ ചിലപ്പോൾ ഉണ്ടാവില്ല എന്നുള്ള കാര്യം പറയുന്നു. പക്ഷെ വർക്ക് ഫ്രം ഹോമിനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരുമെന്ന് പറയുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് കോസ്റ്റ്യൂമർക്ക് നമ്പർ കൊടുക്കുന്നു, കോസ്റ്റ്യൂമിൽ നിന്ന് എനിക്ക് വിളി വരുന്നു, മെഷർമെൻറ്റ്സ് അയച്ചു കൊടുക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് വൈകിട്ടായപ്പോഴേക്കും എനിക്ക് ഒരു സന്ധ്യയായപ്പോഴേക്കും അവിടുന്ന് പ്രൊഡക്ഷൻ അസിസ്റ്റൻറ്റ് വിളിച്ചിട്ട് പറയാണ്, ചേച്ചി ചെറിയൊരു പ്രശ്നമുണ്ട്, ഈ പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് നമ്മളോട് പറഞ്ഞു ചേച്ചിക്ക് അമ്മ ആവാൻ ആ ലുക്ക് ഓക്കെ ആവില്ല, കുറച്ചുകൂടെ ഏജ് ഉള്ള ഒരാളെ പ്ലേസ് ചെയ്യണം,